ആ ബിരിയാണി എന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. നിങ്ങളുടെ കൂട്ടത്തിലെ ബിരിയാണി ചങ്കിനൊന്നും മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞു ഇതുപോലത്തെ ഒരു ബിരിയാണി കൊച്ചിയിൽ വന്നിട്ട് നിങ്ങൾ കഴിക്കാണ്ടിരുന്നാൽ അത് നിങ്ങൾക്കായിരിക്കും നഷ്ടം. കാരണം ഏത് ബിരിയാണി കഴിച്ചാലും ഉണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ആംബിയൻസ് ഈസ് വേറെ ലെവൽ തന്നെയാണ്. ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡ് ഷെഫ്. ശരിക്കും എന്തായിരുന്നു മുമ്പത്തെ പരിപാടി? ഷിപ്പിലായിരുന്നു. അത് പിന്നെ കാനഡയിലുണ്ടായിരുന്നു, കുവൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് 22 years എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണ് ആ സീക്രട്ട്? എന്താണ് എത്ര കഴിച്ചിട്ടേ അങ്ങോട്ട് മടുക്കണില്ല? തലശ്ശേരിയിൽ 2 സ്റ്റൈലിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒന്ന് പച്ചയ്ക്ക് ദമ്മിടുക എന്ന് പറയും. രണ്ടാമത്തെ ഒരു ബിരിയാണിയാണ് ഫർസയിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണി. അതും 1940 തുടങ്ങി സംഭവം ഇടുന്നുണ്ട്. എന്തായാലും പൊളി. ഓക്കെ, താങ്ക് യു. ഇനി ഇടക്കിടക്ക് വരാം. സീരിയസ് ആയിട്ടും ഗൈസ്, ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും വരാൻ പ്ലാൻ ഇല്ലെങ്കിൽ ആ പ്ലാൻ ഉണ്ടാക്കിക്കോ. ഫർസ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല കിടിലൻ ആംബിയൻസിൽ ഇരുന്ന് ഒരുപാട് ഫുഡ് കഴിക്കാം. ഫർസയിൽ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ബിരിയാണി ആയതുകൊണ്ട് ഇത് കഴിക്കാൻ പാലാരിവട്ടത്തുള്ള ഫർസയിലോട്ട് വിട്ടോ. ലൊക്കേഷൻ മാപ്പിൽ കിട്ടും. ബൈ ഫ്രം ഫുഡീസ്.